വിടുമോളെ. ഇല്ല, കുഴപ്പമില്ല. മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടാ. ആ ഫോണെടുത്ത് അമ്മയൊന്ന് വിളിച്ചാണ്. അച്ഛൻ്റെ ഫോണുണ്ട്. അച്ഛാ, സ്വിച്ച് ഓഫ് അമ്മയുടെ ഫോണ്. ചെയ്യാനാ അമ്മ ഒരാഴ്ച തിരിച്ചു വരുമെന്നാണല്ലോ ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്റെ മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച പോയിട്ട് ഒരു നിമിഷം പോലും അവളില്ലാതെ എനിക്ക് പറ്റൂല. പിന്നെ അവളൊരു പാവം പെണ്ണാണ്, ഒരു ലോക വിവരമൊന്നുമില്ല. അവൾ ഇത്ര ദൂരം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് പറ്റുമോ അച്ഛാ അമ്മയെ കാണാതെ? അച്ഛൻ ഞങ്ങൾക്ക് ഉണ്ട് അച്ഛാ വിഷമം, അമ്മയില്ലാതെ ഞങ്ങൾക്ക് പറ്റൂല. എന്നാലും എന്റെ മണിക്കുട്ടി, അതെ, ഞാനും അവൾക്ക് ദേഷ്യപ്പെട്ടു, അതാ പറ്റിയത്. ഞങ്ങളും എന്തൊക്കെ വിളിച്ച് പറഞ്ഞു അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഒരു വാക്ക് പോലും പറയാതെ അവള് പോയി കളഞ്ഞു. അതിന് ഞാൻ എങ്ങും പോയിട്ടില്ലല്ലോ. അമ്മയുടെ ശബ്ദമല്ലേ കേക്കണേ? മണി, ഇവിടെ എവിടെ? മുകളിലോട്ട് നോക്ക്. എന്തോ ഇതെങ്ങനെ വലിഞ്ഞു കേറി? നീ എങ്ങനെ കേറി? കുറച്ച് നോക്കൊന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കയറിയതാ. എന്നാലും സമ്മതിച്ചമ്മ, ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ മൂന്നുപേരും ഇരുന്ന് കരയണത്. ഇറങ്ങി വാ. ആയിക്കോട്ടെ. അയ്യോ ചേട്ടാ, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. നീ എങ്ങനെ കേറി? ഞാനേ ഒരു ആവേശത്തിലങ്ങ് കേറിപ്പോയി, ഇറങ്ങാൻ പറ്റണില്ല. എന്നെ ഒന്ന് ഇറക്കാൻ ഹെൽപ്പ് ചെയ്യ്. ഇതൊരുമാതിരി മറ്റേ മിസ്റ്റർ ബട്ട്ലർ സിനിമയിലെ അമ്മച്ചെ കെട്ടി ഇറക്കിയാണെങ്കിൽ ഇറക്കേണ്ടി വരുമല്ലോ പോവാന്. പോടി രവിയുടെ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ്. ഞാൻ എങ്ങനെ ഇറങ്ങുന്നു? മണി, നീ അവിടെ ഇരി, ഞാനേ ലാഡർ എടുത്തോണ്ടിരാ, പിടിച്ചിരിക്കണേ. അമ്മ എന്തായാലും അമ്മ ഗുരുവായൂരിൽ ഭജന ഇരിക്കാൻ പോയതല്ലേ, അവിടെ കുറച്ചു നേരം ഭജനയൊക്കെ കൂടിയിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി കേട്ടാ. ഞാൻ പോണേ. ഞാനും പോണു. ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന അവിടെ ഇരുന്നോ. പോവല്ലേ പോവല്ലേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.